അപ്പം ഫൈനലി കുറേ ലേറ്റായി. എന്നാലും ഫൈനലി ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം ജസ്റ്റ് ഇൻ കേസ് ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് പോകും. പിന്നെ ജിനു ഇവിടെ കിടന്ന് നട്ടക്കൊട്ട വെള്ളം പേരേണ്ട വരും. സോ ഇവിടുത്തെ NHSൻ്റെ നമുക്കൊരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മിഡ് വൈഫ് തന്നതാണ്. അപ്പം ഇതൊരു വലിയൊരു ലിസ്റ്റാണ്. അതായത് ഒരു ടൂറ് പോകുന്ന പോലെ എല്ലാ കാര്യങ്ങളും A to Z അവർ എഴുതി തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് അത്രയും സാധനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണ്. എന്തെങ്കിലും നമുക്കൊരു എക്സ്ട്രാ സാധനം വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക പാർട്ട്ണർ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നെസസറി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ അത് സോർട്ട് ചെയ്യാൻ നമുക്ക് ഈ ലിസ്റ്റ് സഹായിക്കും. അപ്പം ഈ ഒരു സ്യൂട്ട് കേസാണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്താണെങ്കിൽ 2 എണ്ണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അമ്മയുടെയും കുഞ്ഞിൻ്റെയും വേണ്ടി ഇത് 2ഉം കൂടെ ഞാൻ ഒറ്റ എണ്ണത്തിനകത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ആദ്യം നമുക്ക് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെക്കാം കേട്ടോ. ഈ കവറുണ്ടല്ലോ, നമ്മൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറാണ്. ഞാൻ അതൊന്നും കളയാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വെസ്റ്റും ഒരു ഡ്രസ്സും പിന്നെ മസ്ലിൻ ക്ലോത്ത് പിന്നെ ഒരു കുഞ്ഞ് ഗ്ലൗസ് സ്ക്രാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു സോക്സ്, അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് മൂടി പൊതിഞ്ഞ് കുഞ്ഞിനെ വെക്കേണ്ട ആവശ്യമില്ല. സോ കൊച്ചിൻ്റെ സാധനങ്ങൾ എല്ലാം ഞാൻ ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു. പിന്നെ ഒരു പാമ്പേഴ്സ് ഒരു 10 പീസസ് ആണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു പാക്കറ്റ് 22 പീസസിനുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഒത്തിരി നമുക്ക് എന്താ പറയുക ഓഫൻലി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കായിട്ട് തന്നെ ഞാൻ എടുത്തു. പിന്നെ ഒരു ബേബി വൈപ്സ് പാമ്പേഴ്സിൻ്റെ ആണ്. സോ അതൊരു പാക്കറ്റ് ഞാൻ എടുത്തു. അതിൻ്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇൻ കേസ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്ക് തരും. പക്ഷെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ബ്ലാങ്കറ്റ്. അപ്പോൾ അത് പെൺകുഞ്ഞാണെന്നറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിങ്കാണ് സെലക്ട് ചെയ്തത്. കുട്ടുമോളുടെ സെലക്ഷനാണ്. അപ്പോൾ അത് ഒരു കുഞ്ഞ് ബ്ലാങ്കറ്റ് അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ഓൾ ഓഫ് സഡൻ മേ ബി ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പം അവർ ഫോർമുല ഫീഡ് കൊടുക്കും. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർ അവിടെ നിന്ന് തരും. പക്ഷെ നമ്മളൊരു കുഞ്ഞു കുപ്പി വെക്കുന്നത് നല്ലതാണ്. സോ അത് വരണമുണ്ട്. ഇത് സ്റ്റെറിലൈസ് ചെയ്താണ് ഞങ്ങൾ പറഞ്ഞത് തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുത്ത കുപ്പിയാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ആ സ്റ്റെറിലൈസ് ചെയ്തൊരു കുപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ ബൾക്കായിട്ട് വാരി വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കവറാണ്. ഈ കവറിനകത്തോട്ട് ഞാൻ ഈ കൊച്ചിൻ്റെ സാധനങ്ങൾ എല്ലാം കയറ്റി ഒറ്റ കവറായിട്ട് വെച്ചിട്ട് ഫോർ ബേബി എന്നൊരു ലേബിൾ ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല. ഇത്രയും നമുക്ക് കൊച്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കാർ സീറ്റ് മസ്റ്റാണ്. കാർ സീറ്റും ബേബി കാരിയറും വേണം. അതെന്തായാലും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കണം. അത് 2 റെഡിയാണ്. ആൻഡ് ദ അതർ സൈഡ് അമ്മയുടെയും ബർത്ത് പാർട്ട്ണറിൻ്റെയും ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതും ഒരു ഹ്യൂജ് ലിസ്റ്റാണ്. ഇതിന് ഞാൻ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതാ ഡ്രസ്സ് കംഫർട്ടബിൾ ആൻഡ് ലൂസ് ഡ്രസ്സാണ്. നമ്മൾ ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷവും ഉപയോഗിക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് മുമ്പ് നമുക്ക് കുറച്ച് ലൂസ് ഡ്രസ്സ് വേണം. അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. പിന്നെ കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഗൗൺ ടൈപ്പിലുള്ള, അതായത് നമ്മുടെ നാട്ടിലെ നൈറ്റി ടൈപ്പിലും ഫ്രണ്ട് ഓപ്പൺ അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ 4 ജോഡി എടുത്തിട്ടുണ്ട്. 4 ജോഡിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ അത്. പിന്നെ ഇത് അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന, അതായത് ആ ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സിംഗ് ബ്രായാണ്. ഞാൻ 5 ജോഡി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റീസും എടുത്തിട്ടുണ്ട്. അത് ഡിസ്പോസിബിൾ ഇഷ്ടമുള്ളവർക്ക് ഡിസ്പോസിബിൾ ആയിരിക്കും ഇഷ്ടം. എടുക്കാവുന്ന. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തത് ഞാൻ നോർമലായി എടുത്തിരിക്കുന്നത്. 5 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതാണ് ടവൽ ഹോസ്പിറ്റലിൽ നിന്ന് തരും. ബട്ട് നമ്മുടെ ഓൺ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തേക്കുന്ന ഡ്രസ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഞാൻ സ്റ്റെറിലൈസ് ചെയ്തതാണ്. നല്ല ചൂടുവെള്ളത്തിലിട്ട് ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സാണേലും പുതിയത് വാങ്ങിച്ച് എല്ലാം വാഷ് ചെയ്ത് സൺലൈറ്റിലിട്ട് ഉണക്കി എടുത്തേക്കുന്നതാണ്.
നമുക്ക് അറിയത്തില്ലല്ലോ അലർജി ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ള. അപ്പോൾ ഒരു വേറൊരു സാധനമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഓർഗനൈസർ ഉണ്ട്. ഞാൻ ഈ ഓർഗനൈസറിനകത്താണ് എല്ലാ സാധനങ്ങളും കൂടെ വെച്ചേക്കുന്നത്. കാരണം ഇങ്ങനെ നിരത്തിയിടാതെ നമ്മുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഒറ്റ ബാഗിൽ നിന്ന് എടുക്കാം എന്നുള്ളൊരു പർപ്പസിൽ. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരെണ്ണത്തിനകത്ത് 3 ബാഗുണ്ട്. സോ ഈ ബാഗിനകത്താണ് ഞാൻ എൻ്റെ ടോയ്ലറ്ററീസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു എക്സ്ട്രാ പീസ് എന്താ പറയുക ടവലുണ്ട്. അതുപോലെ തന്നെ എനിക്കും ജിനുവിനും ആവശ്യമായിട്ടുള്ള ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഫേസ് വാഷ്, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇതിനകത്താണ് എൻ്റെ മെറ്റർണിറ്റി പാഡ് ഞാൻ ഒരു 20 പീസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെവി ആയിട്ട് ഉള്ള മെറ്റർണിറ്റി പാഡ് തന്നെ യൂസ് ചെയ്യണം, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പാടില്ല. അതിങ്ങനെ ഇതുപോലെ കവറിനകത്താക്കി സ്ഥലം കളയാതെ ഓർഗനൈസ് ചെയ്ത് ഒരു 20 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരെണ്ണമുണ്ട്. അതുപോലെ തന്നെയുള്ള ബ്രസ്റ്റ് പാഡ്, നമുക്ക് ലീക്കിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നോർമലി അങ്ങനെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകുകയല്ല, ജസ്റ്റ് ഇൻ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതും ആവശ്യമുള്ള സാധനമാണ്. സോ ഇതും കൂടെ നമ്മൾ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതെന്തോ ഫംഗ്ഷന് പോവുകയാണെന്ന്. അതല്ല, നമ്മൾ ചെറുതായിട്ടുള്ള ഇതിലിപ്പം ലിപ് ബാം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ പെർഫ്യൂമ്. നമുക്ക് എക്സസീവ് സ്വെറ്റിങ് എന്തായാലും ഉണ്ടാവും, അപ്പം ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു സ്മോൾ പീസ് നമ്മുടെ ഒരു പെർഫ്യൂം, അതുപോലെ ചെറിയൊരു മോയ്സ്ചറൈസർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് നമ്മുടെ മേക്കപ്പ് കിറ്റ് കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഈ 2 എണ്ണത്തിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറ്റി വെക്കാം, ഇതിനെ എടുത്ത് വെക്കാം. കണ്ടോ, ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും. അപ്പം ഇന്നത് എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. ഇതും ബാഗിലോട്ട് വെക്കാം. ഇത്രയും സാധനങ്ങൾ. സോറി, മറന്നുപോയി, ഫേഷ്യൽ ടിഷ്യൂസ് നമ്മുടെ കയ്യിൽ വെക്കുന്ന എപ്പോഴും നല്ലതാണ്, നമുക്ക് അവിടെ പോയി എപ്പോഴും എടുക്കണ്ടല്ലോ. അപ്പോൾ ഇതുണ്ട്, അത് വെച്ചേക്കാം. സോ ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ഇനി നെസസറി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫുഡ് വെയർ ആണ്. അത് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്രോക്സ്, അത് തന്നെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്, അത് തന്നെയായിരിക്കും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിപ്പം പാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എൻ്റെ ഒരു ചെരുപ്പ് എനിക്കിപ്പം പാകമാകത്തില്ല. സോ അതെന്തായാലും മറന്നു പോകില്ല. പിന്നെ ആവശ്യമുള്ളതാണ് കേട്ടോ നമ്മുടെ ചാർജർ, മൊബൈലിൻ്റെ ചാർജർ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഒരു ലെന്ത് ആയിട്ടുള്ള കേബിൾ എടുക്കുവാണെങ്കിൽ അതായിരിക്കും യൂസ്ഫുൾ. കാരണം നമ്മുടെ ബെഡിൻ്റെ തൊട്ട് സൈഡിലൊന്നും ചാർജിങ് പോർട്ട് ഉണ്ടാവത്തില്ല. സോ ഇനി ഞാൻ എനിക്ക് എടുത്തു വെക്കാനുള്ളത് ഈ ചാർജറും ഈ ചെരുപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ സ്നാക്സ് ഒക്കെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക സ്നാക്കി ടൈപ്പ് അല്ല. ബട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും കരുതുന്നവർക്ക് എടുത്തു വെക്കാം. പിന്നെ എന്താ ആവശ്യമുള്ള മെയിൻ തിങ് നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യാനുള്ള, അത് പിന്നെ ജിനുമോൻ എടുത്തോളും. അതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്. സോ അവരതും ഈ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ക്യാമറയും ക്യാമറ ഹോൾഡറും കാര്യങ്ങളും എല്ലാം. സോ ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിന്ന് ഇങ്ങനെ പറഞ്ഞൊരു വലിയൊരു ഹ്യൂജ് സംഭവമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് നെസസറി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഈ ബർത്ത് പാർട്ട്ണർ ഇവർ വന്നിട്ട് സമയമാകുമ്പോൾ അതും ഇതെന്ന് പറഞ്ഞ് തപ്പും, പല സാധനങ്ങളും കിട്ടത്തില്ല. സോ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കുക, പെട്ടി അടയ്ക്കുക. എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് റെഡി ആയിട്ടിരിക്കുക.